ഹലോ, ഇത് രാവിലെ എണീറ്റ് വരുമ്പോൾ രണ്ടെണ്ണം കുരുത്തക്കേട് കേട്ടോ. അതുങ്ങൾ അമ്മ ദേ മാറി നിൽപ്പുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് സ്പെഷ്യൽ ഡേ ആണ്. അതായത് നമ്മുടെ കോളേജിലെ ഓണ സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ പൂവൊക്കെ വെച്ച് റെഡി ആയത് ഇതാണ് എൻ്റെ ലുക്ക്. ഞാൻ സിമ്പിളായിട്ട് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ വന്നപ്പോൾ തന്നെ ഓണപ്പൂവൊക്കെ ഇട്ട് അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് ചെന്നപ്പോഴത്തേനും എല്ലാവരും, ഞാൻ സിമ്പിൾ ലുക്കാണെങ്കിൽ എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് ഒരുങ്ങി സുന്ദരി മണികളായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമാണ്. ദീമിസിൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നു പറഞ്ഞ് ചോക്ലേറ്റൊക്കെ തന്നു. അങ്ങനെ യൂട്യൂബിൽ വീഡിയോ എടുക്കാമെന്ന് എല്ലാവരും കണ്ടോ, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളെ കുറിച്ചുള്ള ചർച്ചയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മുടെ ഒരു ഓണപ്പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം അതിൻ്റെ പ്രാക്ടീസൊക്കെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവിടെ പ്രിൻസിപ്പൾ എല്ലാവരും കൂടെ ഓണത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ പരിപാടി തിരുവാതിരയായിരുന്നു കേട്ടോ. ടീച്ചേഴ്സിൻ്റെ വക ഒരു തിരുവാതിര. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഓണപ്പാട്ടായിരുന്നു. ഈ ഓണപ്പാട്ട് പാടുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ ദേ എന്നെ അതിനകത്ത് കാണാം കേട്ടോ. അപ്പോൾ ഓണപ്പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഈ പിള്ളേർ ഘോഷയാത്രയ്ക്ക് പോയി. ആ സമയം കൊണ്ട് നമ്മൾ ഓണസദ്യ കഴിക്കാനായിട്ട് വന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ആദ്യത്തെ ഓണസദ്യയല്ലേ, അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചോട്ടെ. നല്ല ഓണസദ്യയായിരുന്നു, അടിപൊളിയായിരുന്നു. 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ബോളി പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ല സദ്യയായിരുന്നു. അപ്പോൾ സദ്യ കഴിഞ്ഞപ്പോഴത്തേന് പിള്ളേർ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇത് പൊളിക്കുകയാണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, ഒട്ടകമൊക്കെ ആയിട്ടാണ് അവർ വന്നത്. അവർ അടിച്ച് പൊളിച്ച് തകർത്തു മക്കളെ. എല്ലാവരും അടിപൊളിയായിരുന്നു. അങ്ങനെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാലേ കാണുള്ളൂ. അങ്ങനെ എല്ലാവരും ഹാപ്പി ഓണമൊക്കെ പറഞ്ഞ് പിരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം.